എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില പ്രാധാന്യമർഹിക്കുന്ന അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗ് നടത്തിയിട്ടില്ല എങ്കിലും അതോടൊപ്പം തന്നെ KYC നടപടികൾ പൂർത്തീകരിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളും ഇനി സാധിക്കാതെ വരും. ഉദാഹരണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യമായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ, ക്ഷേമ പെൻഷൻ, കേന്ദ്ര വിഹിതം ഇതൊക്കെ ലഭിക്കുന്ന ആളുകൾക്ക് ആധാർ സീഡിംഗ് നടത്തിയിട്ടില്ല എങ്കിൽ KYC നടപടികൾ പൂർത്തീകരിക്കാത്തവർക്കും മുടങ്ങുവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അക്കൗണ്ടിലേക്കുള്ള പണം പോലും KYC നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ ATM വഴി പോലും പിൻവലിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ KYC നടപടികൾ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ എത്രയും വേഗം അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. അടുത്തത് SBIയുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പുകളാണ്. ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വിവിധ അറിയിപ്പുകളാണ്. പ്രധാനമായും വനിതാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ത്രീ സംരംഭകർക്ക് വേണ്ടി പുതിയ വായ്പാ പദ്ധതി ആരംഭിച്ചു. അസ്മിത എന്ന പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. ഈ പദ്ധതി പ്രകാരം ഈടുരഹിത വായ്പയാണ് ലഭിക്കുന്നത്. കുറഞ്ഞ പലിശയാണ് വായ്പയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത. സ്ത്രീകൾക്ക് ബിസിനസ് വായ്പ എടുക്കുന്നതിൽ താല്പര്യം കുറവാണെന്നാണ് പൊതുവെ ട്രാൻസ് യൂണിയൻ സിബിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്ത്രീകൾക്ക് വ്യക്തിഗത അല്ലെങ്കിൽ ഉപഭോഗ ആവശ്യങ്ങൾക്കാണ് പലപ്പോഴും വായ്പകൾ എടുക്കുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീകൾ എടുക്കുന്ന വായ്പകളിൽ 3% മാത്രമേ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ളൂ. അതിൽ 42% വ്യക്തിഗത വായ്പകൾ കൺസ്യൂമർ ഡ്യൂറബിൾ വായ്പകളാണ്. അതോടൊപ്പം തന്നെ 38% വായ്പകൾ സ്വർണ്ണപ്പണയ വായ്പകളുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നയിക്കുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ യൂണിറ്റുകൾക്ക് ഡിജിറ്റൽ സ്വയം സംരംഭ പ്രക്രിയയിലൂടെ വേഗത്തിൽ എളുപ്പത്തിന് സഹായിക്കുന്ന പുതിയ പദ്ധതി സഹായിക്കുമെന്നാണ് SBI ചെയർപേഴ്സൺ CH സെറ്റി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അസ്മിത വായ്പക്കുള്ള അപേക്ഷ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ ഡാറ്റാബേസ് പരിശോധിച്ചായിരിക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രധാനമായും CIC ഡാറ്റാബേസ് എന്നിവ ഉപയോഗിച്ച് വായ്പക്കാരുടെ വിശദാംശങ്ങൾ പരിശോധിച്ച് വായ്പ നൽകുന്നതാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള അടിസ്ഥാനമാക്കിയായിരിക്കും വായ്പകളുടെ പരിധി നിശ്ചയിക്കുന്നത്. മികച്ച വനിതാ സംരംഭകരെ ബാങ്ക് തിരിച്ചറിയുകയും അവർക്ക് മാനേജ്മെന്റ്, ബിസിനസ് എന്നിവയിൽ പരിശീലനം നൽകുകയും ചെയ്യുന്നതാണ്. സ്ത്രീ ശാക്തീകരണത്തിനുള്ള പ്രതിബദ്ധതയായിട്ടാണ് ഈ പുതിയ വായ്പാ പദ്ധതി നിർവഹിക്കുന്നതെന്ന് SBI അഭിപ്രായപ്പെട്ടു. ഇതിനു പുറമെ സ്ത്രീകൾക്കായിട്ടുള്ള പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കാർഡായിട്ടുള്ള രൂപയിൽ പ്രവർത്തിക്കുന്ന നാരീശക്തി പ്ലാറ്റിനം ഡെബിറ്റ് കാർഡും SBI അവതരിപ്പിക്കുകയുണ്ടായി. വിവിധ മേഖലകളിൽ സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്. പ്രധാനമായിട്ടും ഇനി മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും SBIയുമായി സംയുക്തമായിട്ട് 2025 മാർച്ച് 18 സംഘടിപ്പിക്കുന്ന പ്രവാസി ബിസിനസ് ലോൺ ക്യാമ്പയിനിലേക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെടുത്തി സംസ്ഥാന സർക്കാരും സംസ്ഥാന നോർക്കോ റൂട്ട്സ് ഡിപ്പാർട്ട്മെൻറ്റും പ്രൊജക്ട് ഫോർ റിട്ടയർ എമിഗ്രൻസ് എന്ന പേരിൽ പദ്ധതി പ്രകാരമാണ് ചുരുങ്ങിയത് 2 വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് ഇപ്പോൾ നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്കാണ് പ്രധാനമായിട്ട് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. സ്വയം തൊഴിൽ സംരംഭകർ ആരംഭിക്കുന്നതിനും അതുപോലെ തന്നെ നിലവിലുള്ള വിപുലപ്പെടുത്തുന്നതിനും ഈ വായ്പകൾ ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്കോ ഫ്രൂട്ട്സ് ഗ്ലോബൽ കോൺടാക്ട് സെൽ നമ്പറായ 1800 425 39 39 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വിദേശത്തിലുള്ളവർക്കാണെങ്കിൽ 23 45 എന്ന നമ്പറിൽ മിസ് കോൾ സേവനമായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. മറ്റ് ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ക്യാമ്പുകളുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരം പിന്നാലെ അറിയിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് SBIയുടെ സ്ഥിര നിക്ഷേപ പദ്ധതിയായിട്ടുള്ള അമൃത കലാശ് പദ്ധതി നിക്ഷേപിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 31 വരെയാണ് എന്ന് ശ്രദ്ധിക്കുക. റിസർവ് ബാങ്കുമായി ബന്ധപ്പെടുത്തിയുള്ള റീപ്പോ നിരക്ക് കുറച്ചതോടുകൂടി ബാങ്കുകൾ പലിശ നിരക്കുകൾ കുറയ്ക്കുവാൻ ബാധ്യസ്ഥരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്കുള്ള പലിശയും കുറയും. അതുകൊണ്ട് നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് മാർച്ച് 31 മുമ്പ് തന്നെ നിക്ഷേപിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.